എല്ലാ മേഖലയിലും ഉണ്ട് ഇതൊക്കെ. ഇതിനെ ഒക്കെ നിങ്ങൾക്ക് എതിർക്കാൻ പറ്റുമോ? ബ്ലേഡ് പലിശക്കാരില്ലേ, ബിസിനസ്സുകാർ ചെയ്യുന്നത് എന്താണ്? ഇപ്പോ ഈ ഒരു സാധനം ഇതിന് 40 രൂപയാണ് വിലയെങ്കിൽ ഇവർ വാങ്ങിയിട്ട് ഇവർ വിൽക്കുന്നത് 140 രൂപയ്ക്കാണെങ്കിൽ അത് ഹലാലാകുന്നില്ലേ? ഇല്ലേ? എന്നാലും ആകെ ഒരു സമാധാനം ഓണസദ്യ ഹറാമാണ് എന്ന് പഠിക്കുന്നതിലാ. പെണ്ണ് വണ്ടി ഓടിക്കാനോ? അയ്യോ, പെണ്ണൊരു നാടിനെ ഭരിക്കാനോ? മുസ്ലിങ്ങളിൽ തന്നെ എത്ര വിഭാഗങ്ങളാണുള്ളത്? ഈ സുന്നിയിലും മുജാഹിദിലും ജമാഅത്തെ ഇസ്ലാമിയിലും അഹമ്മദിയാക്കളിലും ഒന്നും അവസാനിക്കുന്നില്ല. അതിനകത്ത് കുറച്ച് തൊരീക്കത്തുകാരുണ്ട്, കുറച്ച് സൂഫി ചിന്താഗതിക്കാരുണ്ട്, ഒസാമാരുണ്ട്, റാവുത്തറുണ്ട്, തങ്ങളുണ്ട്, സയ്യിദ്, എത്രയുണ്ട്. പക്ഷേ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ഇവരെല്ലാവരും മുസ്ലിങ്ങളാണ്. ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ഇവരെല്ലാവരും മുസ്ലിങ്ങളാണ്. മുസ്ലിം സംഘടനയെ കുറിച്ച് അവർക്ക് ഇതിനെ കുറിച്ചിട്ടൊന്നും വലിയ വശമില്ല. അയ്യോ, അവര് ഭയങ്കര ദീനി ചിട്ടയുള്ളവരാണ് കേട്ടോ. രാവിലെ എഴുന്നേറ്റ് നമസ്കരിക്കാൻ പോകുന്ന കാണാം, ഭയങ്കര നല്ല ആളാണ്. അതേപോലും രാവിലെ അടുത്ത വീട്ടിൽ നിന്ന് വേറെ ഒരാൾ എഴുന്നേറ്റ് പോകുന്നുണ്ടാകും. അയാൾ എവിടെ പോകുന്നെന്ന് അറിയില്ല. അവൻ പോകുന്നത് ജനറൽ ആശുപത്രിയിലെ 9-ാം വാർഡിലെ ഭ്രാന്ത് ആശുപത്രി ക്ലീൻ ചെയ്യാനാണ്. ഭ്രാന്ത് പിടിച്ച് കിടക്കുന്ന, ഭേദമായിട്ടും വീട്ടിലേക്ക് കൊണ്ടുപോകാത്ത ഒരുപാട് മാറാ രോഗികൾ, വ്രണങ്ങളിൽ നിന്ന് പുഴുക്കൾ വമിക്കുന്നവർ, അവരെയൊക്കെ ക്ലീൻ ചെയ്യാനാണ് ആ മനുഷ്യൻ പോകുന്നത്. അയാൾ പോയിട്ട് രാത്രി കൂടണയുമ്പോൾ എന്ത് ചെയ്യുന്നെന്ന് ആർക്കറിയാം? അവനൊരു മോശക്കാരൻ. വേറൊരാൾ പോകുന്നത് റോഡ് തൂത്തുവാരാനാ. സാധാരണക്കാരനായ ആളുകൾക്ക്, ദരിദ്രനും സമ്പന്നനും ഒരുപോലെ പരിസരം വൃത്തിയാകണം. അവൻ ചെയ്യുന്നത് സാമൂഹ്യ സേവന പ്രവർത്തനമാണോ? അല്ല. അവരൊക്കെ നരകവാസികൾ. ഇവരൊക്കെ ആണെങ്കിലോ 5 നേരം നമസ്കരിക്കുന്നു. അടുത്ത വീട്ടില് ഒരാൾ ആക്സിഡന്റ് ആയിട്ട് കിടക്കുന്നു, ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിലല്ല എന്റെ നന്മ, മറിച്ച് ഞാൻ ചെയ്യുന്ന നന്മ എന്താണ്? അല്ലാഹുവല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല എന്ന് ജനങ്ങളെ പഠിപ്പിക്കുന്നതാണ് ഞാൻ ചെയ്യുന്ന നന്മ. അല്ലാതെ രോഗിയായി മരണത്തെ പ്രതീക്ഷിച്ച് കിടക്കുന്ന ഒരു മനുഷ്യനെ സഹായിക്കലല്ല നന്മ എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. നിങ്ങൾ വിചാരിക്കും ഞാനിത് വെറുതെ പറയുവാണെന്ന്. അല്ല, വളരെ യാഥാർത്ഥ്യമാണ്. ഇസ്ലാം പഠിപ്പിക്കുന്ന നിയമം അതാണ്. ഒരു വെള്ളമെന്ന് ചോദിച്ചു കിടക്കുന്ന ഒരു മനുഷ്യന് ഭക്ഷണമോ വെള്ളമോ കൊടുക്കുന്നതോ, അതല്ല മരിക്കാൻ കിടക്കുന്ന ഒരു മനുഷ്യനെ എടുത്ത് എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സിച്ച് അവൻ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതോ, അതല്ലെങ്കിൽ വയനാട് ദുരന്തത്തിൽപ്പെട്ട ആളുകളെ ജീവൻ പണയം വെച്ച് അവരുടെ ജീവന് പ്രസക്തി നൽകുന്നതോ, അവരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതോ ഒന്നുമല്ല നന്മ എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഞാൻ പറയണതല്ല. ഈ ലോകത്തുള്ള ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം മെഡിസിൻ കൊടുക്കലല്ല, ഭക്ഷണം കൊടുക്കലല്ല. ഞാൻ സൗണ്ട് ഇട്ട് തരാം. നമ്മൾ വിചാരിക്കുന്നത് എന്താണെന്നറിയാമോ? ഇപ്പൊ നമ്മള് ഒരു അമ്പലത്തിലേക്ക് പോകുകയാണെന്ന് വിചാരിച്ചു, ഒരു ഹിന്ദു സൺഡേ സ്കൂളിലേക്ക് അതല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്രിസ്ത്യാനി ചർച്ചിലേക്ക് പോകുവാണെന്ന് വിചാരിച്ചോ. ആ സമയത്ത് ഒരു ആക്സിഡന്റിൽ പെട്ടൊരു മനുഷ്യൻ കിടക്കുന്നു. ഒരാൾ പള്ളിയിലേക്കും പോയിക്കോട്ടെ, സന്ധ്യയ്ക്ക് മഗ്‌രിബിന് ബാങ്ക് വിളിക്കുന്നു, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നമസ്കാരത്തിന് പള്ളിയിലേക്ക് പോകുന്നു. ഒരു മനുഷ്യൻ ആക്സിഡന്റ് ആയിട്ട് കിടക്കുന്നു, അയാളെ ചോര വാർന്ന് കിടക്കുകയാണ്, ആരുമില്ല സഹായിക്കാൻ. അയാളെ എടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോകുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാൾ ഒരു നന്മ ഈ ലോകത്തില്ല. എന്തുകൊണ്ടാണ്? ആംബുലൻസ് വരുമ്പോൾ നമ്മൾ എല്ലാവരും മാറിക്കൊടുക്കുന്നത് അതിനകത്തൊരു മനുഷ്യന്റെ ജീവനാണ്. എന്തിനേക്കാളും ഏറെ പ്രാധാന്യം ആ മനുഷ്യന്റെ ജീവനുണ്ട് എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കൊണ്ടാണ്, നമ്മൾ വിശ്വസിക്കുന്നത് കൊണ്ടാണ്. മനുഷ്യന്റെ ജീവൻ, മൗലിക അവകാശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശം എന്താണ്? ജീവിക്കാനുള്ള അവകാശമാണ്. അപ്പൊ ആ മനുഷ്യന്റെ ജീവന് പ്രസക്തിയുണ്ട്. പക്ഷേ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ ആരാധിക്കുന്നതിലല്ലാതെ മറ്റൊന്നിനും പ്രസക്തിയില്ല. എന്നാ കേട്ടോ, ഈ ലോകത്തുള്ള ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം മെഡിസിൻ കൊടുക്കലല്ല, ഭക്ഷണം കൊടുക്കലല്ല, വസ്ത്രം കൊടുക്കലല്ല, വീടുണ്ടാക്കി കൊടുക്കലല്ല. നിങ്ങൾ അള്ളാഹുവിനെ അറിയണം എന്ന കാരുണ്യ പ്രവർത്തനം, ആ പടച്ചവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. ആരാധനയുമായി ബന്ധപ്പെട്ട സർവ്വ കാര്യങ്ങളും ലാ ഇലാഹ, ഒരു ഇലാഹുമില്ല ഇല്ലല്ലാ, അല്ലാഹു അല്ലാതെ
എന്ന സന്ദേശം കൊടുക്കലാണ് സഹോദരന്മാരെ, സഹോദരിമാരെ, ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം. ഈ കാരുണ്യത്തിന്റെ സന്ദേശം അവിടെ മരണപ്പെട്ടവർക്ക് കിട്ടിയിട്ടുണ്ടോ? അവർ സ്വീകരിച്ചിട്ടുണ്ടോ? അവരിപ്പോൾ സ്വർഗത്തിന്റെ അനുഭൂതികൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം വിശ്വാസം കൃത്യമായി വ്യക്തമായി പഠിപ്പിച്ച് ഈമാനോടുകൂടി മരിക്കാൻ ആവശ്യമായ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യരെ സജ്ജമാക്കുക എന്നതാണ് ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം. മരണപ്പെട്ടു പോയവരെ സംബന്ധിച്ചിടത്തോളം ആ സന്ദേശം അവർ സ്വീകരിച്ചിട്ടുണ്ടോ, അവരുടെ ജീവിതത്തിലുണ്ടോ, അവർ രക്ഷപ്പെട്ടു എന്നതാണ്. ഈ ലോകത്ത് ഇവരെയൊക്കെ എന്തോ പറഞ്ഞ് മനസ്സിലാക്കാനാ? ഇവർക്കൊക്കെ മതമാണ് ഇവരുടെ മുഖ്യം. ആ മതത്തെ കൂട്ടുപിടിക്കുന്നിടത്തോളം കാലം ഇവരിൽ നമ്മൾ മാനവികത ചെകഞ്ഞിട്ട് കാര്യമില്ല. ഇവരോട് മാനവികതയെ കുറിച്ച് സംസാരിച്ചിട്ടും കാര്യമില്ല. കാരണം ഇവരുടെ രീതികൾ ഇങ്ങനെയാ. ഇവർക്ക് ഇങ്ങനാകാനേ പറ്റൂ. അല്ലാഹുവല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല എന്ന് പറയലാണ് ഇസ്ലാമിലെ ഏറ്റവും വലിയ നന്മ എന്നാണ് പറയുന്നത്. ഇസ്ലാമിലെ നന്മ മരണാസന്നനായ ഒരു മനുഷ്യനെ രക്ഷിച്ചെടുക്കൽ അല്ലത്രേ. അതാ ഞാൻ പറഞ്ഞത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ള നന്മ ആ മനുഷ്യന്റെ ജീവൻ പ്രധാനപ്പെട്ടതാണ്. അവന്റെ വേദനയിൽ പങ്കുചേരണം. ഇന്ന് അവനാണ് ഇങ്ങനെ അവസ്ഥയിൽ കിടക്കുന്നതെങ്കിൽ നാളെ ഞാനും കിടക്കാം. ഇതാണ് നമ്മൾ ചിന്തിക്കുന്നത്. മനുഷ്യനെ കാഫിറുകൾ, മുനാഫിക്കുകൾ, മുർത്തദ്ദുകൾ എന്നൊക്കെ വിഭജിക്കാൻ ഇവർക്ക് പറ്റും. ചിലർ നരകത്തിനു വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട നരകത്തിന്റെ വിറകുകൊള്ളികൾ, ഇവർ മാർക്കിടുവാണ്. ചിലർക്കാണെങ്കിലോ ഭയങ്കരമായ ദീൻ, അവർ സ്വർഗത്തിന്റെ ഏറ്റവും ഉന്നത ശ്രേണിയിൽ, അവരാണ് ജന്നാത്തുൽ ഫിർദൗസിൽ വിരാജിക്കുന്നവർ. കാഫിർ എന്ന് പറഞ്ഞാൽ സത്യത്തെ നിഷേധിക്കുന്നവൻ, മുനാഫിക്ക് എന്ന് പറഞ്ഞാൽ കപടൻ, വിശ്വസിച്ചിട്ടുണ്ട് എന്ന് പറയും, ഉള്ളിൽ വിശ്വാസം ഉറച്ചിട്ടില്ല, മുർത്തദ്, മതം വിട്ടവൻ. ഇങ്ങനെയൊക്കെ മനുഷ്യനെ ചേരികൾ തിരിച്ചിട്ടാണ് ഇവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതിനൊക്കെ ഇവർക്ക് ഇവരുടേതായിട്ടുള്ള എന്തെങ്കിലും മാനദണ്ഡങ്ങൾ ഉണ്ടോ? ഇല്ല. ഇവരുടെ കാഴ്ചയിൽ അവൻ ഒരു കാഫിറാണ്. ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് ഉറപ്പിച്ച് പറയാം. ഞാൻ ചെയ്യുന്നത്രയും സൽക്കർമ്മങ്ങൾ, ഞാൻ ചെയ്യുന്നത്രയും ഔദാര്യങ്ങൾ, സഹജീവി സ്നേഹം, അവരെ സഹായിക്കൽ എന്റെ സഹോദരങ്ങളിൽ ആരും ചെയ്തിട്ടില്ല, ആർക്കും ചെയ്യാൻ പറ്റത്തൂല. അവരൊക്കെ നമസ്കരിച്ചിട്ട് നമസ്കാരപ്പായയിൽ ഇരുന്നിട്ട് ഇനി നിസ്കാരം ഉണ്ടോ എന്ന് ചോദിക്കുന്നവരാ. പക്ഷെ ഞാൻ ഇങ്ങനെ പബ്ലിക്കായിട്ട് പറഞ്ഞുകൊണ്ട് നടക്കാറില്ല. എനിക്കത് ഇഷ്ടവുമല്ല. ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ട് ഒരു ഫോട്ടോ എടുത്തിരുന്ന അതൊന്നും എനിക്ക് ഇഷ്ടമല്ല. ഇത്രയും കാലവും അധ്വാനിച്ചതിൽ നല്ലൊരു ശതമാനം വിശ്വാസിയായിരിക്കുമ്പോഴാണെങ്കിലും വിശ്വാസം വിട്ടപ്പോഴാണെങ്കിലും സഹജീവികളുടെ വേദനകളിൽ കണ്ടറിഞ്ഞ് അവരുടെ വേദന എന്റെ വേദനയെ പോലെ തന്നെ നെഞ്ചിലേറ്റാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം മനുഷ്യന്റെ പ്രവൃത്തികൾ കണ്ടും അവരുടെ മനസ്സ് കണ്ടിട്ടുമല്ല ഇവരൊരു കാര്യവും വിലയിരുത്തുന്നത്. ഇവർക്ക് ഇവരുടേതായ ചില മാനദണ്ഡങ്ങളുണ്ട്. അവരുടെ സംഘടനയ്ക്ക് ഒരു പൊതു തീരുമാനമുണ്ട്. അവിടെയും ഉണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ. പെണ്ണുങ്ങളുടെ വിവാഹപ്രായം എത്ര ആക്കണം? ഇറാഖിൽ 9 ആക്കിയിട്ടുണ്ട്. വേണ്ട കേട്ടാ, നമ്മൾ അതിൽ അഭിപ്രായം പറയണ്ട. അപ്പൊ പിന്നെ നമ്മൾ 18, 16, 6, 21 തൽക്കാലം നമുക്ക് മൗനമായിരിക്കാം. നമ്മുടെ നേതൃത്വത്തിൽ നിന്ന് എന്തെങ്കിലും അഭിപ്രായം വരും, അപ്പൊ പറഞ്ഞാൽ മതി. മുത്തലാഖ് വിഷയത്തിൽ അപ്പം മിണ്ടണ്ട. ഇത് നമ്മുടെ മതമാണല്ലോ. നമ്മുടെ മതപണ്ഡിതന്മാർ അഭിപ്രായം പറയട്ടെ, അത് കഴിഞ്ഞിട്ട് പറയാം. 6 സംഘടനകൾക്ക് 100 അഭിപ്രായം. മനസ്സിലായ? ഇതൊന്നും ഇവിടെ അവസാനിക്കുന്ന വസ്തുതകളല്ല. ഒരേ ഖുർആൻ, ഒരേ ഹദീസ്. കർമ്മശാസ്ത്ര വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ ഒരുപാട് ഭിന്നതകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ പോരടി ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. അതുകൊണ്ട് ഇന്നും നാളെയും കൊണ്ട് അവസാനിക്കത്തുമില്ല. ഇവരുടെ സമുദായത്തിന്റെ ജീർണതകൾ വരും തലമുറ ഇവരെ ചോദ്യം ചെയ്യും. ഇവരുടെ മാമൂലുകളും ഇവരുടെ പാരമ്പര്യവാദങ്ങളും ഇവരുടെ 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്ര ചിന്താഗതികളും കാലത്തിന്റെ കുത്തൊഴുക്കിൽ വലിച്ചു കീറി കുട്ടികൾ വള്ളം കളിച്ച് നടക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഒരു സമാധാനമുണ്ട് കേട്ടോ. ഞാനടങ്ങുന്ന കേരളത്തിന്റെ ഒരു മതേതര വിശ്വാസി സമൂഹമുണ്ടല്ലോ, അവർ ഭരണഘടനയിൽ വിശ്വസിക്കുന്നവരാണ്.
രാജ്യത്തെ സ്നേഹിക്കുന്നവരാണ്, അവർക്ക് ദേശീയതയുണ്ട്. എല്ലാ ഇതര മതവിഭാഗങ്ങൾക്കും ഈ രാജ്യത്ത് സ്വസ്ഥമായും സ്വതന്ത്രമായും മതം വേണമെങ്കിൽ വേണം, വേണ്ടെങ്കിൽ വേണ്ട, അങ്ങനെ ജീവിക്കാൻ അവകാശമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ്. കാലഘട്ടത്തെ ആധാരമാക്കി മുന്നോട്ട് പോകുന്നവരാണ്. ജനാധിപത്യത്തെ വിശ്വസിക്കുന്നവരാണ്. ഫഹദ് ഫാസിൽ എന്ത് ചെയ്യുന്നു? ദുൽഖർ സൽമാൻ എന്ത് ചെയ്യുന്നു? മമ്മൂട്ടിയോ മാമുക്കോയെയോ ഇന്നസെന്റോ അവരൊക്കെ എന്ത് ചെയ്യുന്നു എന്ന് നോക്കി അവരുടെ മതത്തെയും ഇവരുടെ മതത്തെയും താരതമ്യം ചെയ്യുന്നവരല്ല. ഒരുപാട് ആളുകൾ, സ്ത്രീകളിൽ കളക്ടർമാരില്ലേ, സ്കൂൾ അധ്യാപികമാരില്ലേ, ഏറ്റവും കൂടുതൽ ടീച്ചർമാർ എവിടെയാണുള്ളത്? മലപ്പുറം അടക്കമുള്ള ജില്ലകളിലെ വിദ്യാഭ്യാസ പുരോഗതി എത്രയാണ്? ഡാൻസ് കളിക്കുന്ന മുസ്ലിം സ്ത്രീകളില്ലേ, പെൺകുട്ടികളില്ലേ, ഗസൽ ഗായികമാരില്ലേ, ഗായകന്മാരില്ലേ, അപ്പോ ഒരുപാട് സംഗീതജ്ഞന്മാരില്ലേ, സ്വാശ്രയ കോളേജുകളിലെ മുസ്ലിങ്ങൾക്ക്, ആശുപത്രികളിലെ മുസ്ലിങ്ങൾക്ക്, ആതുര സേവന മേഖലകളിൽ അവർക്ക് സംഭാവനകൾ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലേ, IT മേഖലകളില്ലേ, അവര് എയർപോർട്ടുകളിലില്ലേ, ഇമ്പോർട്ടേഴ്സ്, ഗൾഫാറും മലദ്വാറിലും, TV ചാനലുകളില്, പത്രങ്ങളിലെ ഫാഷൻ ഡിസൈനേഴ്സ്, ആർട്ടിസ്റ്റുകൾ, കൊറിയോഗ്രാഫി, നഴ്സുമാർ, ഡോക്ടർമാർ, ബിസിനസ്സുകാർ, എല്ലാത്തിലും മുസ്ലിം സ്ത്രീകളുടെ സാന്നിധ്യമില്ലേ? ഇതെല്ലാം മതത്തിന്റെ ചങ്ങലകൾ പൊട്ടിച്ചു വലിച്ചെറിഞ്ഞ് മതേതരത്വത്തിലേക്ക് വന്നതുകൊണ്ട് അവർ ആ മേഖലകളിലൊക്കെ എത്തിയതാ. അല്ലാതെ അവരുടെ വിജ്ഞാനങ്ങൾ കാലഘട്ടത്തിന് അനുയോജ്യമായി അപ്ഡേറ്റുകൾ ചെയ്യപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ അവർക്കിന്നും അപ്പിക്കുപ്പായക്കാരികളായി, പേറുയന്ത്രമായി അടുക്കളയുടെ അകത്തളങ്ങളിൽ ഒതുങ്ങി ജീവിക്കാമായിരുന്നു. മതം ഒരു കോംപ്ലിക്കേറ്റഡ് ആണ്. മതം എന്ന് പറഞ്ഞാൽ ചൈന പറയുന്നത് പോലെ ഒരു തരം മാനസിക രോഗമാണ്. അത് തലയ്ക്കകത്ത് കയറി കഴിഞ്ഞാൽ പിന്നീട് മറ്റൊന്നും കയറത്തില്ല. കേരള മുസ്ലിങ്ങൾ ഒരുപാട് മുന്നോട്ട് പോകാൻ കാരണം കാലഘട്ടത്തെയാണ് അവർ ആശ്രയിച്ചത്. മാറ്റം അനിവാര്യമാണ് എന്നവർ മനസ്സിലാക്കി. പെൺകുട്ടികൾ ആൺകുട്ടികൾ എന്ന് ലിംഗവിവേചനം കാണിക്കാതെ അവരെ വളർത്തണമെന്നവർ മനസ്സിലാക്കി. രാഷ്ട്രത്തിന് വേണ്ടത് ഓരോ സമുദായത്തിന്റെയും വളർച്ചയല്ല, മതങ്ങളും സമുദായങ്ങളും വളരുന്നതിനേക്കാളേറെ മനുഷ്യന്റെ മതേതര ചിന്തയെയും മാനവിക മൂല്യങ്ങളെയും ഉയർത്തിപ്പിടിക്കണം എന്നതാണ് രാഷ്ട്രം മുന്നോട്ട് വെക്കുന്ന തത്വം എന്നവർ മനസ്സിലാക്കി. നമ്മൾ നമ്മുടെ പെൺമക്കളുടെ കൂടെ എപ്പോഴും നടന്നാ അവരൊരിക്കലും സ്വയം പര്യാപ്തത കൈവരിക്കില്ല. അവരൊറ്റയ്ക്ക് യാത്ര ചെയ്യട്ടെ. അവർക്ക് താല്പര്യമുള്ള ഇടങ്ങളിൽ അവര് സൗകര്യമായിട്ട് പോയിട്ട് വരട്ടെ. പഠിക്കണോ, ട്യൂഷന് പോകണോ, ജോലിക്ക് പോകണോ, സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോകണോ, അങ്ങനെ ഒരു മതരഹിത അല്ല മതാതീത ബഹുസ്വര സമൂഹത്തെ വാർത്തെടുക്കാൻ ഈ കേരളക്കരയ്ക്ക് കഴിഞ്ഞത് മതത്തെ ഒരു തീണ്ടാപ്പാടെന്നല്ല, കുറച്ചങ്ങോട്ട് മാറ്റി നിർത്തിയത് കൊണ്ടാണ്. മുസ്ലിങ്ങൾ 3 നേരം മതം പുഴുങ്ങി തിന്നുന്നവരാണ് എന്ന് എനിക്ക് അഭിപ്രായമില്ല. അതുകൊണ്ടാണ് ഈ മേഖലകളിലൊക്കെ മുസ്ലിങ്ങൾക്ക് നല്ല പദവികളിൽ ഇരിക്കാൻ കഴിഞ്ഞത്, പേരെടുക്കാൻ കഴിഞ്ഞത്. വിശ്വാസങ്ങളെ ബഹുമാനിച്ചോ, നിങ്ങൾ അനുഷ്ഠിച്ചോ, പക്ഷേ നിങ്ങളെ പോലെ തന്നെ ഞങ്ങളുമാകണം എന്ന് നിങ്ങൾ നിർബന്ധിക്കുമ്പോഴാണ് അവിടെ വിമർശനങ്ങൾ ഉണ്ടാകുന്നതും അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകുന്നതും. ഈ മതത്തിനകത്തുള്ള മതജീർണതകളോട് സ്വയം പോരാടിക്കൊണ്ടിരിക്കാൻ നമ്മുടെ മാനസികാവസ്ഥയ്ക്ക് കഴിയണം. ഇറാഖിലെ 4ാം ക്ലാസ്സുകാരിയെ വിവാഹം കഴിപ്പിച്ച് അയക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ എന്തു പറയുന്നു? നിങ്ങൾക്കുമില്ലേ മക്കള്? ഇത് വർഗീയതയല്ല, ഇത് മതവിദ്വേഷമല്ല. പാവങ്ങളും നിഷ്കളങ്കരും സ്നേഹിക്കാൻ മാത്രം അറിയുന്ന മക്കളും പാഠപുസ്തകങ്ങളോട് സമരം ചെയ്യേണ്ടുന്ന ഒരു സമയം. പൂക്കളോടും പുഴുക്കളോടും നദികളോടും സൗഹൃദം കൂടി സംസാരിച്ച് വളരേണ്ടുന്ന ഒരു പ്രായം. ചിത്രങ്ങൾ വരയ്ക്കാനും കൗതുകമുള്ള കാഴ്ചകളിലേക്കും മനസ്സടുക്കാനുള്ള പ്രായം. അവര് ഭാര്യമാരാകാനുള്ള ലൈംഗിക പക്വത നേടുന്ന പ്രായമാണോ അത്? ആ കുട്ടികളെ കാണാൻ തന്നെ ഭംഗിയല്ലേ? നിറഞ്ഞ മനസ്സിനിണങ്ങിയ ഭക്ഷണ വിഭവങ്ങൾ ഇരിക്കുന്നത് പോലെയല്ലേ ചില മക്കൾ? നമ്മൾ കണ്ടില്ലേ നരേന്ദ്രമോദിയുമായി കളിക്കുന്ന നൈസ എന്ന കുഞ്ഞു മോളെ? ആ കുഞ്ഞിനെന്ത് പ്രധാനമന്ത്രി, എന്ത് തിരക്കേറിയ മനുഷ്യൻ, ലോകത്തെ കിടുകിട വിറപ്പിക്കുന്ന, ഇന്ത്യ മഹാരാജ്യത്തെ ചൂണ്ടുവിരലിൽ നിർത്തുന്ന, ശത്രു രാജ്യങ്ങളെ കണ്ണുരുട്ടി പേടിപ്പിച്ച് നിർത്തുന്ന നരേന്ദ്രമോദി എന്ന മനുഷ്യനെ സംബന്ധിച്ച് നൈസ എന്ന ബാലികയ്ക്ക് എന്തറിയാം? ആ പൈതലിനൊന്നും അറിയില്ല. അവൾക്ക് അവളുടെ ഒരു മുത്തച്ഛൻ.
അതുകൊണ്ടാണ് താടിയിൽ പിടിച്ചു വലിക്കുന്നതും കണ്ണടയിൽ പിടിച്ച്. ആ കുഞ്ഞ് എന്ത് സ്നേഹത്തോടെയാണ് നരേന്ദ്രമോദിയെ കെട്ടിപ്പിടിക്കുന്നതും. അതേ ചെറുകുട്ടി വാത്സല്യത്തോടുകൂടി നരേന്ദ്രമോദി ആ കുഞ്ഞിനെ കെട്ടിപ്പിടിക്കുന്നത്. നാല് പാട് നിന്നും ഇസ്ലാം വിമർശിക്കപ്പെടുന്നത് ഇവിടെയാണ്. ഈ 5 വയസ്സുള്ള കുഞ്ഞിനെ കാണുമ്പോൾ, 5 വയസ്സും 10 മാസവും പ്രായമുള്ള കുഞ്ഞിനെ കാണുമ്പോൾ പ്രവാചകൻ സ്വീകരിച്ച നിലപാടുകൾ ഇവിടെയാണ് നമുക്ക് വിമർശിക്കേണ്ടി വരുന്നത്. ഫേസ്ബുക്കിലും വാട്സാപ്പിലും യൂട്യൂബിലും ഒക്കെ, റീൽസിലും ചാറ്റിങ്ങിലും ഫോണിലും ഒക്കെയായി ഒരുപാട് പെൺകുട്ടികൾ ഇറാഖിലെ വിവാഹപ്രായത്തെ സംബന്ധിച്ച് വിമർശിക്കുന്നു, ട്രോളുകൾ ഉണ്ടാക്കുന്നു. അവർ ഷോർട്ടായിട്ട് ചെറിയ ചെറിയ സ്ക്രിപ്റ്റുകൾ തയ്യാറാക്കുന്നു. കാരണം എന്താണെന്ന് അറിയാമോ? അവർക്ക് അവരുടെ ഉള്ളിൽ കിടക്കുന്ന ഈ ഒരു വിമർശനത്തെ അവർക്ക് എക്സ്പോസ് ചെയ്യണം. ക്രിസ്മസ് ആകട്ടെ, പെരുന്നാളാകട്ടെ, ഓണമാകട്ടെ, അവർക്ക് എന്തുകൊണ്ടാണ് അതൊക്കെ ആഘോഷിക്കാൻ പാടില്ലാത്തത്? മുസ്ലിം സ്ത്രീകളോട്, പെൺകുട്ടികളോട് ഓണാഘോഷം പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ തട്ടമിട്ട് തിരുവാതിര കളിച്ചു, അത്തപ്പൂക്കളമിട്ടു. മുസ്ലിം പുരോഹിതന്മാർ മദ്രസകളിൽ ചെയ്യുന്നത് എന്താണ് എന്ന് അവർ തിരുവാതിരയിലൂടെ കമിഴ്ന്ന് കിടന്ന് അവർ കാണിച്ചു തന്നു. അവർ ബൈക്ക് ഓടിച്ചു, ഓണാഘോഷം ആഘോഷിച്ചു. വലിയ ഒരു വേദിയിൽ സെറ്റ് സാരയും ഉടുത്ത് തട്ടവുമിട്ട് അവർ വന്ന് സിനിമാറ്റിക് ഡാൻസ് കളിച്ചു. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? എതിർപ്പുകൾ വല്ലാതെ വർദ്ധിക്കുമ്പോൾ മണൽത്തരികളെ പോലെ നിങ്ങളിൽ നിന്നും അവർ ഊർന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് വിദൂരമല്ല, ഇനിയും മാറ്റങ്ങൾ ഉണ്ടാകും. ഒരു 7 വർഷം മാറ്റമുണ്ടാകും, ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും. മാധ്യമ വിചാരണകളിലേക്ക് ഇസ്ലാം പടികേറി വരും. ഞങ്ങളുടെ ഇസ്ലാമാണ്, ഞങ്ങളുടെ മുസ്ലിമാണ്, ഇസ്ലാം ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങളില്ല. ഇതൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം, നിങ്ങൾക്ക് പറയാം. പക്ഷെ പബ്ലിക്കിൽ ഇറങ്ങി പറയുമ്പോൾ അതിൻ്റെ എതിരഭിപ്രായങ്ങളും ഉൾക്കൊള്ളാൻ നിങ്ങൾ തയ്യാറാകണം. നമ്മൾ ഒരു കാര്യത്തെ സംബന്ധിച്ച് വിമർശിക്കുമ്പോൾ അതിൻ്റെ നല്ലതും ചീത്തയുമായിട്ടുള്ള 2 വശങ്ങളുണ്ട്. ഈ 9 വയസ്സുകാരിയുടെ വിവാഹത്തെ സംബന്ധിച്ച് നമ്മൾ കാണുന്ന നന്മകൾ എന്താണ്? അതൊന്ന് പറഞ്ഞു തന്നാൽ മതി. 9 വയസ്സുള്ള കുഞ്ഞ് ഭാര്യയാകാനുള്ള അവസരമാണോ അവൾക്ക് കൊടുക്കേണ്ടത്? ആണോ? ശബ്ദം കേൾക്കുന്നില്ല എന്നോ? കേൾക്കുന്നില്ല? ഹലോ, ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ശബ്ദം കേൾക്കുന്നില്ലേ? വേറെ ആരും പറയുന്നില്ലല്ലോ ശബ്ദം കേൾക്കുന്നില്ല എന്നൊന്നും. ഈക്കോമിന് ചെവിക്കെന്തോ തകരാറുണ്ട്. മറ്റവർക്കൊക്കെ കേൾക്കാന്ന് അവർ പറയുന്നത്. അവർക്ക് കുഴപ്പമൊന്നുമില്ല. നമുക്ക് കേൾക്കാൻ പറ്റാത്തതേ, നമ്മൾ ഇസ്ലാമിനെ കുറിച്ചിട്ടാണല്ലോ പറയുന്നത്, അപ്പോൾ നമുക്കത് കേൾക്കാൻ പറ്റില്ല. ഒരു മുസ്ലിം സ്ത്രീക്ക് ഒരിക്കൽ ഒരു ഉസ്താദ് മൈക്ക് കൊടുത്തു. പെട്ടടത്ത് പെട്ടെന്ന് പറഞ്ഞാൽ മതിയല്ലോ. സാധാരണ മുസ്ലിം സ്ത്രീകൾക്ക് അങ്ങനെ പബ്ലിക്കിൽ വരാനോ മൈക്കിൽ സംസാരിക്കാനോ ഒന്നും സാധിക്കാറില്ല. പക്ഷേ ഇപ്പൊ എന്തോ ചിലപ്പോൾ മാറിയില്ലേ, മാറണമല്ലോ. അപ്പോ മാറിയത് കൊണ്ടായിരിക്കും. എന്തായിരുന്നാലും മുസ്ലിം സ്ത്രീകൾ, പെൺകുട്ടികൾ ഇന്ന് കുറച്ചുകൂടി ഫോർവേഡാ. അതെന്താ പബ്ലിക്കിലേക്ക് ഞങ്ങൾ ഇറങ്ങി ഞങ്ങൾ അങ്ങനെ അങ്ങ് വഴിതെറ്റി പോകുമോ? ഇറാഖിലെ ഒരു വിഭാഗം ആളുകൾ പറഞ്ഞത് 9 വയസ്സിൽ കൂടുതൽ പെൺകുട്ടികൾ വീട്ടിൽ നിന്നാലേ പിഴച്ചു പോകുമെന്നാ. സ്വന്തം മക്കളെ സംബന്ധിച്ച് അവരുടെ അഭിപ്രായങ്ങളൊന്ന് നോക്കിക്കേ. അവർ ആ കൾച്ചറിലാണോ മക്കളെ വളർത്തിപ്പോകുന്നത്? ഇടയ്ക്കിടയ്ക്ക് ശബ്ദം പോകുന്നതാണല്ലോ ഈക്കോം പറയുന്നത്. നിങ്ങൾ ശബ്ദമില്ലെങ്കിൽ ഒന്ന് പറയണേ, എനിക്കിത് അറിയാൻ പറ്റില്ല. നോക്കിക്കോ, ഒരു ഉസ്താദിനോട് കുറച്ച് മുമ്പുണ്ടായ സംഭവമാണ് കേട്ടോ. എന്നാലും നമുക്കിത് വളരെ പ്രസക്തമാകുന്നത് ഈ വിഷയവുമായിട്ട് സംബന്ധിച്ച് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. ഓക്കെ. ഓ, ശ്രീനിവാസ് ജി നമ്മുടെ ഫാമിലി മെമ്പർ ആണല്ലോ. ഹായ്.
ഓക്കെ, അപ്പോൾ ഉസ്താദ് ചോദിക്കട്ടെ, ഇവര് തന്നെ മറുപടിയും പറയണത് നമുക്ക് കേൾക്കാം കേട്ടോ. അസ്സലാമലൈക്കും. എൻ്റെ പേര് മുബീന, ഡിഗ്രി വിദ്യാർത്ഥിനിയാണ്. ഒരു മതേതരത്വ രാജ്യത്ത് ജീവിക്കുന്ന ഒരു വിശ്വാസി എന്ന നിലയിൽ ഒരുപാട് ചോദ്യങ്ങൾ നേരിടേണ്ടി വരാറുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മുടെ മറുപടികളും സംശയ സാധൂകരണങ്ങളൊക്കെ തന്നെയും മതിയാവാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അങ്ങനെ എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ള ഒരു സംശയമാണ്, പലരായിട്ട് എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, 10ഓളം സ്ത്രീകളെ ഭാര്യമാരായി സ്വീകരിച്ചിട്ടുള്ള പ്രവാചകൻ, അതിൽ തന്നെ 6 വയസ്സുള്ള പെൺകുട്ടി അടക്കം ഉണ്ടായിരുന്നു എന്നതായിട്ട് കാണാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു മനുഷ്യനെ എന്തടിസ്ഥാനത്തിലാണ് നാം ദൈവദൂതനായൊക്കെ പരിഗണിക്കുന്നത്? അതുപോലെ തന്നെ ശൈശവ വിവാഹങ്ങളൊക്കെ ക്രിമിനൽ കുറ്റമായി കാണപ്പെടുന്ന ഈ ഒരു സമൂഹത്തിൽ അതേ ചര്യ തന്നെ പിൻപറ്റേണ്ടതുണ്ടോ എന്നുള്ളതാണ്. വ്യക്തമായ മറുപടി പ്രതീക്ഷിക്കുന്നു. ചോദ്യം കണ്ടോ? ഇങ്ങനൊരു ചോദ്യം ചോദിക്കാൻ മൈക്കൊന്ന് ചെക്ക് ചെയ്യാൻ എന്താണ് സൗണ്ട് ഇല്ലേ? ഈ റിവ്യൂ എവരിത്തിങ് ആരൊക്കെ പറയുന്നുണ്ടല്ലോ സൗണ്ട് ഇല്ല എന്ന്. സൗണ്ട് കേൾക്കുന്നില്ലേ? ബിജു എബ്രഹാം സൗണ്ട് ഉണ്ടോ? ഓഡിയബിൾ ആണ്. ഓക്കെ, സൗണ്ട് കേട്ടിട്ട് നിങ്ങളൊന്ന് പറയണേ. ബിജു അവിടെ നിൽക്കണം, പോകല്ലേ. അപ്പോ ഒരു സെക്കൻഡ് ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ മുസ്ലിം പെൺകുട്ടികളുടെ ഉള്ളിലുള്ള ഒരുപാട് ചോദ്യങ്ങൾക്ക് മറുപടികൾ അവർക്ക് അനിവാര്യമാണ്. അവരെവിടെ ചോദിക്കും? ഇതുവരെ മുസ്ലിം പെൺകുട്ടികൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ അവസരമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് മൈക്ക് കിട്ടിയ ഉടനെ ലോകോത്തര മാതൃകയായ പ്രവാചകൻ, ആ പ്രവാചകന് 10ഓളം ഭാര്യമാർ. ആ പെൺകുട്ടിയുടെ അറിവിൽ നിന്നാണ് ആ പെൺകുട്ടികൾ ചോദിക്കുന്നത്. വീണ്ടും പറയുന്നു ഇഷ്യൂ ഉണ്ടെന്ന്. അവര് ചുമ്മാ ഇന്ററപ്റ്റ് ചെയ്യുന്നതാ. ഓക്കെ, അപ്പോ മൈക്ക് കിട്ടിയ ഉടനെ ചോദിക്കുന്നു, ഈ പ്രവാചകനെ ഞങ്ങൾ എങ്ങനെ മാതൃകയാക്കും? ഈ 53കാരന്റെ ഭാര്യമാരുടെ ലിസ്റ്റിൽ 6 വയസ്സുകാരി ഉൾപ്പെടെ ഉണ്ട് എന്ന് പറയുമ്പോൾ ഇതിൽ എന്താണ് ശരി എന്നാണ് ചോദിക്കുന്നത്. മനസ്സിലായോ? ഇവരുടെയൊക്കെ ഉള്ളില് ഒരുപാട് ചോദ്യം. എല്ലാവരും എന്നോട് പറയും, പിന്നെ ആരിഫ് വെച്ചിരിക്കുന്നത് പോലെ ടീച്ചർക്ക് ഒരു മുസ്ലിം സ്ത്രീയുടെ ഒരു കോളിംഗ് വെച്ചൂടെ എന്ന് ചോദിക്കും. അപ്പൊ ഇന്ന് ഞാനും ആരിഫും തമ്മിൽ സംസാരിച്ചപ്പോഴേക്ക് ഞങ്ങൾക്കൊരു കാര്യം തോന്നി. അതെ, രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ചില വിഷയങ്ങളിൽ ഒരു ചർച്ചകൾ അനിവാര്യമാണ്. അങ്ങനെ മിക്കവാറും എല്ലാ ആഴ്ചയിലും വ്യാഴാഴ്ച ദിവസമാണ് അത്രേ ആരിഫിന് സൗകര്യം. വ്യാഴാഴ്ച ദിവസം ഒരു 7:30 മുതൽ ഞാനും ആരിഫും ഒരുമിച്ചിരുന്ന് ചില വിഷയങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യാം. അതുപോലെ ഓഡിയൻസിനും ഇതിനകത്ത് പങ്കുചേരാൻ വേണ്ടിയിട്ട് ഒരു അവസരം കൊടുക്കാമെന്നൊക്കെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാമെന്ന് വിചാരിക്കുന്നു. ഇഷ്യൂ ഉണ്ടെന്ന് വെറുതെ വന്ന് പറയുന്നതാണ് ഇവരല്ലേ. ശരി, ഇവർക്ക് കേൾക്കുമ്പോൾ ഇഷ്യൂ ഉണ്ടാകും, സ്വാഭാവികം. ഇതുവരെ നമുക്ക് അങ്ങനെ ഒരു ഓഡിയബിൾ അല്ലാത്ത ഒരു അവസ്ഥ ഇതുവരെ വന്നിട്ടില്ല. സൗണ്ടിന് ഒരു പ്രശ്നവും ഇതുവരെ വന്നിട്ടില്ല. അത് ഇവർക്ക് ഒന്ന് നിൽക്കാൻ വേണ്ടിയിട്ടായിരിക്കും. നിൽക്കട്ടെ. അപ്പൊ അങ്ങനെ ഒരു വിഷയം ഉണ്ടെന്ന് കൂടി സന്ദർഭോചിതമായിട്ട് പറയാം. അപ്പൊ ഈ മുസ്ലിം പെൺകുട്ടികൾക്ക് ഇവർക്ക് ചോദ്യങ്ങളുണ്ട് ഒരുപാട്, പക്ഷേ ഇവർക്ക് ഉത്തരം ലഭിക്കുന്നില്ല. ചോദ്യങ്ങൾ ചോദിക്കാൻ ഒരു അവസരവുമില്ല. അബദ്ധത്തിൽ ഒരു മൈക്ക് പെൺകുട്ടിയുടെ കയ്യിൽ കിട്ടിപ്പോയി. ഉടനെ തന്നെ ആ പെൺകുട്ടി ചോദിച്ച ചോദ്യമാണ് ഈ കേട്ടത്. മറുപടി കേൾക്കാം. പ്രവാചകന്റെ വിവാഹവുമായി ബന്ധപ്പെട്ടതാണ്. 10ലധികം വിവാഹങ്ങൾ അഥവാ 11 കഴിച്ച പ്രവാചകനെ അതിൽ തന്നെ ശൈശവ വിവാഹം എന്ന നിലയ്ക്ക് നാം പരിഗണിക്കുന്ന ഒരു വിവാഹം കൂടി ഉണ്ടെന്നിരിക്കെ എങ്ങനെയാണത് മാതൃകാപരമായ ഒരു പ്രവാചകൻ എന്ന് വരുന്നത്? ഇതാണ് ചോദ്യത്തിൻ്റെ മർമ്മം. അതിൽ ഉത്തരത്തിലേക്ക് വരുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ അതിൻ്റെ ആമുഖം എന്ന നിലയ്ക്ക് സൂചിപ്പിക്കുന്നത്, ഈ ഒരു വിമർശനം ആദ്യം ഉന്നയിക്കേണ്ടത് എല്ലാ തരത്തിലുള്ള പ്രവാചകന്റെ പ്രവർത്തനങ്ങളെയും വിമർശനപൂർവ്വം കണ്ടിട്ടുള്ള പ്രവാചകന്റെ കാലത്തെ ആളുകളാണ്. ഒന്നാമത്തെ പോയിന്റ് ആണ് അദ്ദേഹം പറഞ്ഞത്. അതാണോ അതിന്റെ ശരി? അത് ഒരു ശരിയായ നിലപാടാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പ്രവാചകന്റെ കാലഘട്ടത്തിലെ ആളുകൾ അതിനെ വിമർശിച്ചിട്ടില്ല എന്നതുകൊണ്ട് ഒരു കാര്യം എങ്ങനെ ശരിയാകും?
വിമർശിച്ചു എന്നുള്ളത് കൊണ്ട് ഒരു കാര്യം എങ്ങനെ തെറ്റാകും? രണ്ടിനും മാനദണ്ഡങ്ങളുണ്ടല്ലോ. ഇപ്പൊ പ്രവാചകൻ ഇഷ്ടംപോലെ യുദ്ധം ചെയ്തു, ഒരുപാട് ചോര ചിന്തി. പ്രവാചകന്റെ യുദ്ധത്തെ അക്കാലഘട്ടത്തിൽ ആരും വിമർശിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ ചോരക്കൊതികളൊക്കെ, ആ ചോരപ്പുഴകൾ ഒഴുകിയതൊക്കെ ശരികളാകുമോ? ഇതെവിടത്തെ ന്യായമാണ്? ഒരു ചോദ്യവും കൂടി ചോദിക്കട്ടെ, ഇത് കുറച്ച് കൂടുതലുണ്ട്, നമുക്ക് അടുത്ത ദിവസം ചർച്ച ചെയ്യാം. വിഷയം നിങ്ങൾ ആ ടൈറ്റിൽ കണ്ടിട്ടുണ്ടാകുമല്ലോ. ഇനി അഫ്ഗാനിലെ കാര്യം നമ്മൾ കണ്ടു, ബംഗ്ലാദേശിലെ കാര്യം നമ്മൾ കണ്ടു, ഇറാഖിലെ കാര്യം നമ്മൾ കണ്ടു, ഇറാനിലെ കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഇനിയും ഇതിനെ സംബന്ധിച്ചൊരു ചോദ്യം. 9 വയസ്സുള്ള കുട്ടികളെ വിവാഹം കഴിപ്പിച്ചയക്കാം. 18 നിന്നും ഇറാഖ് 9 വയസ്സിലേക്ക് മുസ്ലിം പെൺകുട്ടികളുടെ വിവാഹ പ്രായമാക്കി. വിവാഹപ്രായം 9 വയസ്സാക്കി. ഇനിയും അടുത്തത്, കാരണം ഇവരെ പ്രതിരോധിച്ചു, ഇവർക്ക് കിട്ടിയല്ലോ. ഇനിയും ഇവരെ പ്രവാചകന്റെ കാലഘട്ടത്തിൽ 6 വയസ്സായിരുന്നു, 6 ആക്കണമെന്ന് പറഞ്ഞാൽ ഇറാഖ് 6 വയസ്സുമാക്കും. ഈ പെൺകുട്ടികൾ എന്ത് പഠിക്കും? ഇവർക്ക് വിദ്യാഭ്യാസം വേണ്ടേ? 6 വയസ്സുള്ള ആയിഷയെ 53 വയസ്സുകാരനായ മുഹമ്മദ് നബി വിവാഹം കഴിച്ചതിനെ ഈ കാലഘട്ടത്തിലും കോട്ടിട്ട് വന്ന് ന്യായീകരിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന വിശ്വാസി സമൂഹം നിങ്ങളുടെ 6 വയസ്സുള്ള പെൺമക്കൾക്ക് 53കാരനെ വിവാഹം കഴിച്ചു കൊടുക്കാൻ നിങ്ങൾ തയ്യാറാകുമോ? പ്രവാചകന്റെ മാതൃകകൾ നമ്മൾ അങ്ങനെ തന്നെ പിൻപറ്റണ്ടേ? നിങ്ങളിൽ എത്ര പേർ തയ്യാറാകും? ഇനി 6 പോട്ടെ, ഇറാഖിലെ ഇസ്ലാമിക നിയമം 9 അതുകൊണ്ട് നിങ്ങളുടെ 3-ാം ക്ലാസ്സിലോ 4-ാം ക്ലാസ്സിലോ പഠിക്കുന്ന കുഞ്ഞുമക്കളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ നിങ്ങൾ തയ്യാറാകുമോ? ആ കുഞ്ഞുങ്ങൾ ലൈംഗിക പക്വത നേടി എന്ന് പറഞ്ഞ് നിങ്ങൾ അതിനെ ലളിതവൽക്കരിക്കാൻ ശ്രമിക്കുമോ? നമ്മള് മാറുന്ന സമൂഹത്തിനൊപ്പമാണ്. കുറെ നേരമായി ഈ താരിഖുൽ അസീസ് കുറെ നേരമായിട്ട് ചൊറിയുന്നേ. ഒന്ന്, നമുക്ക് ഈ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വിവര സാങ്കേതിക വൈദഗ്ധ്യം നേടിയ ഒരു കാലഘട്ടം. ഏതിലെയും തെറ്റും ശരിയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ. നമ്മുടെ നാട് അങ്ങനെയാണ്. അമ്മയെ തല്ലിയാലും 2 പക്ഷം പറയുന്ന നാടാണ്. ആ കാലഘട്ടത്തിൽ നബി അങ്ങനെ ചെയ്തു. ശരി, ആ കാലഘട്ടത്തിന്റെ ശരിയാണത് എന്ന് പറഞ്ഞാൽ നമ്മളത് അവിടെ വിടും. ഈ പ്രവാചകൻ ലോകത്ത് എല്ലാ കാലഘട്ടത്തിലും മാതൃകയാണ് എന്ന് പറയുമ്പോൾ അവിടെ പ്രശ്നമുണ്ട്. ഈ കാലഘട്ടത്തിലും നമ്മുടെ നാട്ടിൽ 21 വിവാഹപ്രായം, ഇനി 18 തന്നെ ഇരിക്കട്ടെ. ഈ വിവാഹപ്രായം 18 ഞാൻ ഒരു മുസൽമാനാണ്, അതുകൊണ്ട് എൻ്റെ മകളെ 6 വയസ്സാകുമ്പോൾ ഒരു 53കാരൻ വന്ന് വിവാഹം ആലോചിച്ചാൽ, ഒരു റിട്ടയർഡ് അധ്യാപകൻ, ഒരു റിട്ടയർഡ് ഗവൺമെന്റ് എംപ്ലോയി വന്ന് വിവാഹം ആലോചിച്ചാൽ ഞാൻ അവൾക്ക് കെട്ടിച്ചു കൊടുക്കും, ഇതെന്റെ മതമാണ് എന്ന് പറയാൻ ധൈര്യമുള്ള എത്ര വിശ്വാസികൾ നമ്മുടെ ഈ കൊച്ചു കേരളക്കരയിലുണ്ട്? 53കാരന് കെട്ടിച്ചു കൊടുക്കാൻ തയ്യാറാകണം. ഇനി അങ്ങനെ വരുന്ന ഒരു 53കാരന്റെ മതവും ചിന്താഗതിയും എന്തായിരിക്കുമെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. ഇനി നമ്മുടെ ഈ കൊച്ചു കേരളക്കരയിൽ നടക്കാൻ പോകുന്നത്, നഴ്സറി കുട്ടികൾ അതല്ലെങ്കിൽ LKG UKG കുട്ടികളെ പൊതുനിരത്തിൽ ഇറക്കി പ്ലക്കാർഡുകളും കൊടുത്ത്, വേണമെങ്കിൽ പാകിസ്ഥാന്റെ പതാകയും കൈ കൊടുക്കും കേട്ടോ, ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല. 6ാമത്തെ വയസ്സിൽ ഭാര്യമാരാകാനുള്ള ഞങ്ങളുടെ അവസരത്തെ നിഷേധിക്കാൻ, ഞങ്ങളുടെ അവകാശത്തെ നിഷേധിക്കാൻ, മതം ഞങ്ങൾക്ക് തന്ന സ്വാതന്ത്ര്യത്തെ നിഷേധിക്കാൻ
ഈ കാഫിറായ ഭരണാധികാരി ആരാണ് എന്ന് ചോദിച്ച ഒരു മുദ്രാവാക്യവും ഒരു ധർണയും നമ്മുടെ നാട്ടിൽ വരില്ല എന്ന് പ്രതീക്ഷിക്കരുത്. അതും വരാം. കാരണം ഇത് മതമാണ്, ഇത് മതമാണ്. ഓപ്പറേഷൻ തിയേറ്ററിനകത്തു വരെ ഞങ്ങൾക്ക് മതവേഷം വേണമെന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കിയവർ, ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനത്തിനകത്ത് ഞങ്ങൾക്ക് നമസ്കരിക്കണമെന്ന് പറഞ്ഞ് ബഹളമുണ്ടാക്കിയവർ, പ്രതിഷേധമുണ്ടാക്കിയവർ, ഞങ്ങൾക്ക് മുഖം മറച്ചേ വരാൻ പറ്റൂ, ഞങ്ങൾക്ക് അപ്പിക്കുപ്പായം ധരിച്ചേ വരാൻ പറ്റൂ എന്ന് പറഞ്ഞ് സമരമുഖത്തേക്ക് ഇറങ്ങിയവർ, നാളെ 6 വയസ്സിൽ ഞങ്ങൾക്ക് ഭാര്യമാരാകണം, അത് ഞങ്ങളുടെ മതം ഞങ്ങൾക്ക് അനുശാസിച്ചു തരുന്ന, അനുവദിച്ചു തരുന്ന ചില മതനിയമങ്ങളാണ് എന്ന് പറഞ്ഞ് നാളെ ഇവർ ഈ LKG UKG കുഞ്ഞുങ്ങളെ പൊതുനിരത്തിൽ ഇറക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇറാഖിലെ 9 വയസ്സായ വിവാഹപ്രായം, നിങ്ങൾ ഏത് മുസ്ലിം ഭാഗത്ത് നിന്നാണ് ഇതിന്റെ എതിർപ്പുകൾ കണ്ടത്? കാരണം അവരുടെ ഉള്ളിൽ കിടക്കുന്നതും ഇതേ ചിന്താഗതിയാണ്. നമ്മൾ വിചാരിച്ചാൽ അതിനെ മാറ്റാൻ പറ്റില്ല. അവരുടെ ആ ചിന്താഗതികൾക്കനുസരിച്ച് അത് ശരിയാണ്. അങ്ങനെ നോക്കുമ്പോൾ എത്ര പേർക്ക് ഇതിനെ വിമർശിക്കാൻ കഴിയുമെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? പറ്റില്ല, പറ്റില്ല. കാരണം പ്രവാചകൻ കള്ളു കുടിച്ചിട്ടുണ്ടെങ്കിൽ ആ കള്ളുകുടി ശരിയാണ് എന്ന് പറയുന്ന ഇമാം അക്ബർ, 1000 പേരുടെ തലകളാണ് എന്റെ പ്രവാചകൻ അരിഞ്ഞിട്ടുള്ളതെങ്കിൽ ആരിയൽ കാരുണ്യമാണ് എന്ന് പറഞ്ഞ മുജാഹിദ് ബാലുശ്ശേരി ഇവരുടെ ഒക്കെ ഉള്ളിൽ കിടക്കുന്നത് എന്താ? 6 വയസ്സുള്ള കുഞ്ഞിനെ കെട്ടിയെന്നാരെങ്കിലും പറഞ്ഞാൽ അവനെ ഈ ഭൂമുഖത്ത് തന്നെ വച്ചേക്കരുത് എന്ന് പറഞ്ഞു കൊലപാതകത്തിന് ആഹ്വാനം ചെയ്ത പുലിയാറുമാർ ഇവരൊക്കെ ഈ കേരളക്കരയിലുള്ളതാണ്. മനസ്സിലായ? ഇതൊക്കെ നമ്മുടെ നാട്ടിൽ സ്ഥിരമായി സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനിയും അങ്ങനെ ഒരു ധർണ കൂടി നമുക്ക് കേൾക്കേണ്ടി വരും. ഇവർക്ക് നന്നായിട്ട് കുരു പൊട്ടുന്നുണ്ട്, ഇവർക്ക് പറ്റുന്നില്ല സഹിക്കാൻ. അതൊരു ചോദ്യമാണ്. അമാൽ മറിയം, വിധവയായ സ്ത്രീയെ മാത്രമേ വിവാഹം കഴിക്കാവൂ എന്നെന്തേ മാതൃകയാക്കിയില്ല? ശരിയല്ലേ? എന്നോടാണോ ചോദിക്കേണ്ടത്? നിങ്ങളുടെ മതപുരോഹിതന്മാരോടല്ലേ ചോദിക്കേണ്ടത്? ചോദിക്കണം. നിങ്ങൾ മൈക്ക് വാങ്ങിക്കണം, പബ്ലിക്ക് വന്നിട്ട് ഇവരുടെയൊക്കെ കൈകളിൽ നിന്ന്, എന്നിട്ട് നിന്ന് ചോദിക്കണം, അവരോട് ചോദിക്കണം. ഞങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്, ഞങ്ങൾക്ക് ആ സംശയത്തിന് മറുപടി ലഭിക്കണമെന്ന് ചോദിക്കണം. നമ്മുടെ സമയം കഴിഞ്ഞിട്ടുണ്ട്, 1 മണിക്കൂർ കഴിഞ്ഞു. ശരി, നമുക്കിനിയും പിന്നെ കാണാം. ശ്രീനിവാസൻ ജി ഹായ്, നമുക്കിനിയും പിന്നെ കാണാം. നന്ദി.